രവിത്തേട്ടാ, കെ ശൈലജ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പച്ചക്കള്ളം പ്രചരിപ്പിച്ച എതിർകക്ഷികളുടെ ജനമനസ്സുകളിൽ എതിർകക്ഷികളോട് ജനമനസ്സുകളിൽ വൈരാഗ്യം ഉണ്ടാക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ കനകൂല് ചെയ്തതൊക്കെ അതാണ്. പിന്നെ പറയുന്ന ഒരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ UDF ഭരണത്തിൽ വന്നാൽ അട്ടിമറിക്കപ്പെടും എന്നൊക്കെയാണ്. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയും അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷനും ഒക്കെ UDF അട്ടിമറിക്കുമെന്ന് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുകയാണ്. എനിക്കത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു വാക്ക് കെ ശൈലജ ടീച്ചർ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് നമ്മൾ ആ വാർത്തകൾ വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് കുറച്ചാളുകൾക്ക് മുമ്പ് കേരളത്തിൽ അല്ലല്ലോ ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പം വടകരയിൽ സ്വാഭാവികമായും ഇടതിൻ്റെ മണമുള്ള രക്തത്തിൻ്റെ മണമുള്ള ചെഞ്ചോര ചുവപ്പുള്ള അപ്പം മേഘയുടെ ഭാഷയിൽ പറഞ്ഞ ആരാണ് പറഞ്ഞത് വടകര ചെഞ്ചോര ചുവപ്പുള്ള മണ്ണല്ല എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീറ്റ്. അപ്പോൾ പി ജയരാജനെ നിർത്തി പണ്ട് ഒതുക്കി കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാക്കി മാറ്റിയ ഒരു വടകരയാണ്. ആ വടകരയിലേക്ക് കെ ശൈലജ ടീച്ചറിനെ കൊണ്ടുവരുമ്പോൾ പിണറായി സഖാവിനും നേതൃത്വത്തിനും ആ ഔദ്യോഗിക പക്ഷത്തിന് ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് കൃത്യമായി നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ എന്തോ വലിയ സംഭവമായിരുന്നു കേട്ടോ. കെ ശൈലജ ടീച്ചർ 5 വർഷക്കാലം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വലിയ സംഭവം തന്നെയായിരുന്നു, എല്ലാതൊന്നും ഞാൻ പറയില്ല. പക്ഷെ ആ ഇമേജ് ഈ പറയപ്പെടുന്ന കോവിഡുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങിയ അഴിമതി കേസ് പുറത്തു വന്നതോടുകൂടി ഒരു പരിധി വരെ ഇടിയുകയും രണ്ടാം പിണറായി സർക്കാരിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ സാധാരണക്കാർക്കിടയിൽ കെ ശൈലജയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്തിൽ കോട്ടം തട്ടുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും വടകരയിൽ കെ ശൈലജ ടീച്ചർ മത്സര രംഗത്തേക്ക് വന്നപ്പോൾ വലിയ ആവേശത്തോടു കൂടി ഇടതുപക്ഷ മുന്നണി അവിടെ ആദ്യമേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു. അങ്ങനെ പത്മജ പോയ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് വടകര MP ആയിരിക്കുന്ന കെ മുരളീധരന് ചൂട് മാറ്റേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ പാലക്കാട് MLA ഷാഫി പറമ്പലിനെ അപ്രതീക്ഷിതമായി പാർട്ടി വടകരയിലേക്ക് ഇടുന്നു. അപ്പോഴും ഇവർക്ക് പേടിയൊന്നുമില്ല. കാര്യം എന്താ, ഷാഫി ഒരു 10,000-3000 വോട്ടിന് പാലക്കാട് ജയിച്ച ഒരു ചെറുകൻ. ഈ ഒരു ചിന്തയിലാണ് ഇടതുപക്ഷം ഷാഫിയെ സ്വീകരിക്കാൻ തയ്യാറായി. വലിയ ആവേശത്തോടു കൂടി CPM വലിയ പ്രചരണ വേലകളും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഷാഫിയുടെ പാലക്കാട് നിന്നുള്ള വടകരയിലേക്കുള്ള എൻട്രി. ആ എൻട്രി സത്യത്തിൽ വടകര നഗരം, വടകര ടൗൺ സ്തബ്ധമായി പോയി എന്നുള്ളതാണ്. പാറിപ്പറക്കുന്ന മൂവർണ്ണ കൊടികളും KSUവിന്റെ നീലക്കൊടികളും RMPയുടെ ചുവന്ന കൊടികളും ഒപ്പം മുസ്ലിം ലീഗിന്റെ ഹരിത കൊടികളും ഒക്കെ ചേർന്ന് ആകാശവും ഭൂമിയും ഒക്കെ വലിയൊരു ഓളപ്പരപ്പിലേക്ക് മാറിയ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ എഫക്റ്റിൽ ഷാഫി പറമ്പില് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെറ്റിപ്പട്ടം കെട്ടി നടവാതിൽ തുറന്നിറങ്ങി വരുന്നത് പോലെ ഒരു ഓപ്പൺ വാഹനത്തിൽ വന്ന് അവിടെ ഇറങ്ങുന്ന ഒരു കാഴ്ച, അതിന് ദൃക്സാക്ഷിയായ ആളാണ് ഞാൻ. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവിചാരിതമായി ചെന്നുപെട്ട ഒരാളാണ്. ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ നേതാവിന് ഇങ്ങനെ ഒരു എൻട്രി ഒരു മണ്ഡലത്തിലേക്ക് എങ്ങനെ കിട്ടും എന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കി പോകുന്ന ഒരു കാഴ്ച നമ്മൾ വടകരയിൽ. അതോടുകൂടി ഇടത് ക്യാമ്പ് ഇടഞ്ഞു. അവര് ഇതിന് പകരം പിറ്റേന്ന് പന്തംകുളത്തി പ്രകടനമൊക്കെ നടത്തി അവിടുന്ന് ഇവിടുന്ന് ആളുകളെയൊക്കെ കൊണ്ടുവന്നു. കാരണം വടകരയ്ക്ക് അപ്പുറത്തേക്ക് കണ്ണൂർ ഇങ്ങനെ കിടക്കുകയാണല്ലോ, ഈ മണ്ഡലം ഇങ്ങനെ നിഴഞ്ഞു കിടക്കുകയാണ്. ഇവർക്ക് സഹാക്കന്മാരെ കൂട്ടം പാടുന്നില്ല, ഭരണം കയ്യിലിരിക്കണല്ലോ, തൊഴിലുറപ്പുകാരെ മാത്രം വിളിച്ചാൽ മതി. എങ്കിൽ പോലും അവരവിടെ വലിയ കൃത്യമായ പ്രചരണ വേലകൾ ആരംഭിക്കുന്നു. ഷാഫി കൃത്യമായി കളമറിഞ്ഞ് കളിച്ചു. ആദ്യത്തെ പ്രസംഗം തന്നെ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന തന്മയുള്ള കമ്മ്യൂണിസ്റ്റിനെ അദ്ദേഹത്തിന്റെ മരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടീച്ചറമ്മ എന്ന് പ്രയോഗമായിരിക്കും കെ ശൈലജയ്ക്ക് വേണ്ടി വടകരയിൽ ഉയർത്തുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ യഥാർത്ഥ ടീച്ചറമ്മ TP ചന്ദ്രശേഖരന്റെ അമ്മയാണ് എന്ന വൈകാരികമായ പ്രസംഗത്തിലൂടെ ഷാഫി വടകരയുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ച നമ്മൾ വടകരയിൽ കണ്ടു. പിന്നീട് കേരളം കണ്ടത് എന്താ, ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ പാതിരാത്രി 3 മണിക്കും 4 മണിക്കും വെളുപ്പാങ്കാലത്ത് 6 മണി വരെയൊക്കെ ഒരാളുടെ പ്രചരണങ്ങൾ ആളുകൾ കാത്തു നിൽക്കുക. വെളുപ്പിനെ 4 മണിക്കൊക്കെ ഷാഫിയുടെ അത് തലേ ദിവസം രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രചരണമാണ്. കാരണം എന്താ, ചെല്ലുന്ന പോയിന്റുകളിലൊക്കെ ആയിരക്കണക്കിന് പേര് ഷാഫി പറമ്പലിനെ സ്വീകരിക്കാൻ, ഒന്ന് കയ്യിൽ പിടിക്കാൻ, ഒന്ന് തൊടാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. അതിൽ വിറവുകൊണ്ട ആളുകൾ അവിടെ ഒരു പ്രചരണ വേലയുമായി എത്തി. അവസാനം ഇത് വലിയ അപ്പം ഷാഫി ഇതിനെ തള്ളുന്നു. അവസാനം ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്ന് തന്നെയാണ് ഈ പറയപ്പെടുന്ന കാഫിർ പരാമർശം ഉണ്ടായത് എന്ന് പറയുന്നു. പിന്നീട് ഒരു അശ്ലീല വീഡിയോ, അതായത് തൃക്കാക്കരയിൽ സംഭവിച്ചു ജോ ജോസഫിന്റെ ഒരു അശ്ലീല വീഡിയോ. ഈ അശ്ലീല വീഡിയോ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടും. ഇത് ഈ വലത് ക്യാമ്പാണ്, ഷാഫി പറമ്പിലാണ് പ്രചരിപ്പിക്കുന്നത് എന്ന തരത്തിലേക്ക് പ്രചരണ വേല അടിച്ചുകൊടുത്തു. എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്ന് ഇടതുപക്ഷം തന്നെ അല്ലെങ്കിൽ വലതുപക്ഷം വാദിക്കുമ്പോൾ
പാർട്ടി സെക്രട്ടറി വന്ന് പറയാണ് ഇല്ല ഉണ്ട് ഞാൻ കണ്ടത്. പുള്ളി തന്നെ പറയുന്നു ഉണ്ട് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പൊ കള്ളത്തരം, കപടത്തരം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇലക്ഷനെ നേരിട്ട് നാറിപ്പോയൊരു നേതാവിന്റെ പേരാണ്. ഒരുപക്ഷെ ശൈലജ ടീച്ചറിന്റെ അറിവോടായിരിക്കില്ല കേട്ടോ. ശൈലജ ടീച്ചറിനെ ഞാൻ കുറ്റം പറയുന്നില്ല, അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ കയ്യിലെ കുഴപ്പമാണ്. അങ്ങനെ നാറിപ്പോയൊരു നേതാവിന്റെ പേരാണ് KK ശൈലജ. നിസ്സാര ഭൂരിപക്ഷത്തിനൊന്നും അല്ലല്ലോ ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ച് കയറിയത്. അതോടുകൂടി എന്താ 2 തരത്തിലാണ് ഇടതുപക്ഷം ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ ശ്രമിച്ചത്. ഒന്ന്, വടകരയിൽ സീറ്റ് കൊടുത്ത് വടകരയിൽ അങ്ങ് ജയിച്ചാൽ MP ആയി പൊക്കോളും. സ്വാഭാവികമായും ജയിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഷാഫി പറമ്പിൽ വരുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ MP ആയി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ പാൻ ഇന്ത്യ തലത്തിൽ ഈ CPM-ന്റെ കുറച്ച് മെമ്പർമാരും പിന്നെ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ ഈ പാർട്ടി ചിഹ്നം ഔദ്യോഗികമായിട്ട് ഇവർ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിയമസഭ വരുമ്പോൾ അത് വന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് രാജിവെക്കേണ്ടി വരും. അപ്പോൾ CPM-നെ വിരലിലെണ്ണാവുന്ന തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരല്ലേ അവിടെയുള്ളൂ. അതിന് CPM എന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ നിയമസഭയിൽ KK ശൈലജയുടെ ശല്യം ഉണ്ടാകില്ല. കണക്കുകൂട്ടൽ 1. കണക്കുകൂട്ടൽ 2 എന്ന് പറയുന്നത് ഇനി അവിടെ പരാജയപ്പെട്ടാൽ K മുരളീധരനാണല്ലോ സിറ്റിംഗ് MP. K മുരളീധരനും നിസ്സാരക്കാരനല്ല, ശക്തനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും P ജയരാജനെ പോലെ തന്നെ KK ശൈലജ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും കോണിലേക്ക് ഒതുക്കപ്പെടും. നിയമസഭയിൽ സീറ്റ് പോലും കൊടുക്കേണ്ട സാഹചര്യം വരില്ല. കാര്യം എന്താ, ഈ പറയപ്പെടുന്ന പോലെ അവർക്ക് ജനപ്രീതി ഇല്ല എന്ന തരത്തിലേക്ക് അവരെ ബ്രാൻഡ് ചെയ്യപ്പെടും. K രാധാകൃഷ്ണനെ അതേ രീതിയിൽ ഒതുക്കി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പോയി. പക്ഷെ അയ്യപ്പൻ K രാധാകൃഷ്ണനെ കാത്തുകൊണ്ട് രാധാകൃഷ്ണൻ ജയിച്ചു. ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം പുള്ളി അങ്ങ് പോയി. ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിൽ പലപ്പോഴും KK ശൈലജയുടെ പേര് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ജനപ്രീതി ഇല്ല. പഴയ ശൈലജ ഫാക്ടർ എന്ന് പറയുന്ന സാധനം നശിച്ചു പോയി. അത് നശിപ്പിച്ചു കളഞ്ഞു ഇടതുപക്ഷം തന്നെ. ഇടതുപക്ഷമല്ല, ഇടതുപക്ഷത്തിൽ 1-2 ആളുകൾ ചേർന്ന് അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ KK ശൈലജ ഇത്തരം പരാമർശങ്ങൾ പറയുമ്പോൾ ഈ ഗോവിന്ദ മാഷ് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ AK ബാലൻ പറയുന്നത് പോലെയോ ഒന്നും KK ശൈലജ ടീച്ചറിനുള്ള പ്രതികരണങ്ങൾ വരുന്നത് പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. കാരണം ടീച്ചറിനെ ഒരു വലിയ റെസ്പെക്റ്റോടുകൂടി ഒരു ക്വാളിറ്റിയോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ പോലും ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ടീച്ചർ മറന്നു പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് മോശം പരാമർശങ്ങളാണ് കോൺഗ്രസിലൂടെ നടത്തിയിട്ടുള്ളത്? അവരിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിവാദം സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ex-MLA അല്ലേ അറസ്റ്റയക്കപ്പെട്ടത്? CPM-ന്റെ പാർട്ടി മെമ്പർമാരെ അല്ലേ അറസ്റ്റ് ചെയ്തത്? ഇപ്പൊ പിണറായി വിജയന് താക്കോല് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ചർച്ച ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അടൂർ പ്രകാശുമായുള്ളൊരു ഫോട്ടോ വെച്ച് സൈബർ ആക്രമണം, സോണിയാഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോ വെച്ച് ഇടതുപക്ഷം സൈബർ ആക്രമണം നടത്തുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് പോലും തിരിച്ചു ചോദിക്കേണ്ടി വരുന്നത്, പോറ്റിയെ നിങ്ങൾ മുഖ്യമന്ത്രിയുമായി കൈ കൊടുത്തില്ലേ, വണ്ടിയുടെ താക്കോൽ വാങ്ങിയില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നോക്കൂ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ഈ സർക്കാരിന്റെ പല കാരണങ്ങളിലും സർക്കാരിനെതിരെ പല ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തുമ്പോൾ പോലും അദ്ദേഹം മാന്യമായിട്ട് പറഞ്ഞത് തെളിവുകളില്ലാതെ ഞാനത് സംസാരിക്കില്ല, ഞാനത് ഉന്നയിക്കില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു മാന്യനായ പ്രതിപക്ഷ നേതാവുള്ള നാട്ടിലാണ്, മാന്യരായ കോൺഗ്രസ് നേതാക്കന്മാരുള്ള നാട്ടിലാണ് ഈ സൈബർ സഖാക്കന്മാരുടെ ചൊറിച്ചിൽ വർദ്ധിക്കുമ്പോഴാണ് ഈ കോൺഗ്രസിലെ സൈബർ വിഭാഗത്തിന് പോലും തിരിച്ചു മാന്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അത്രത്തോളം ഇവരെ ഒരു ഭരണപക്ഷത്തിന് ബഹുമാനം കൊടുത്തു പോകുന്ന ഒരു പ്രതിപക്ഷമുള്ള നാട്ടിലാണ് KK ശൈലജ ടീച്ചറിനെ പോലെ ക്വാളിറ്റിയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇനി ശൈലജ ടീച്ചറിന്റെ അടുത്ത പരാമർശം എന്താണ്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ പറയപ്പെടുന്ന ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കുമെന്നും ലൈഫ് ഭവന മിഷൻ പദ്ധതി നിർത്തലാക്കും. ഈ ലൈഫ് മിഷൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നില്ലേ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നില്ലേ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന അത്രയും കാരുണ്യ പദ്ധതികൾ ഈ കാലത്ത് നടക്കുന്നുണ്ട്. എന്ത് ആരോഗ്യ മേഖല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാവശ്യമായിട്ട് നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സുഹൃത്താണ്, ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ 2 സഹോദരിമാർ കയറി വരിക. കൂടി വന്ന ഒരു 20 വയസ്സും 18 വയസ്സും മാത്രമുള്ള 2 സഹോദരിമാർ. കുറച്ച് നേരം പുറത്ത് എത്തുമ്പോൾ പ്രസിഡന്റ് വിളിച്ചു, വാ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ അടുത്ത പഞ്ചായത്തിലെ താമസക്കാരാണ് പ്രസിഡന്റെ, ഞങ്ങളൊരു സഹായം അഭ്യർത്ഥിച്ചു വന്നതാണ്, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങളുടെ അമ്മ രോഗിയാണ്, ESIയിൽ കാർഡ് ഉണ്ടായിരുന്നു, കാഷ്യൂ ഫാക്ടറികളെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ESI കാർഡ് 10 വർഷമായിട്ട് കട്ടായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തില്ല ആരോഗ്യ സുരക്ഷാ കാർഡ് എടുക്കാൻ സാധിച്ചിട്ടില്ല. അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് RCCയിൽ പോയപ്പോൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകാനുള്ള പണമില്ല, മരുന്ന് വാങ്ങാനുള്ള പണമില്ല, എന്തെങ്കിലും സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യാം, രാഷ്ട്രീയക്കാരുടെ വരുമാനമൊക്കെ നമുക്കറിയാം, അല്ലാതെ പഞ്ചായത്തിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അയൽവക്കത്തെ പഞ്ചായത്തുകാരാണ്, അവർ രാജ്യത്ത് അഡ്രസ് ഇല്ലാത്തവരാണ്. ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ പറയാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു 2 കുട്ടികൾ ഞാൻ നമ്പർ കൊടുക്കും, പറ്റുമെങ്കിൽ സഹായിക്കണം പറഞ്ഞു. ബുധനാഴ്ചയ്ക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. സ്ഥാപനം നടന്നതാണ്, എല്ലാ ആഴ്ചയും അയാൾ ഒരു പൈസ
അയാളുടെ വരുമാനത്തിന്റെ ഒരു പൈസ ചാരിറ്റിക്ക് മാറ്റി വെക്കുന്ന ഒരു സുഹൃത്താണ്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഞാൻ കൃത്യമായി ചോദിക്കുകയാണ്, ഒരു അസുഖം വന്നാൽ ധൈര്യത്തോടുകൂടി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ കാരുണ്യ പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള സർക്കാരല്ലേ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി, ചെവി കേൾക്കാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി, കണ്ണ് കാണാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി, അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കി. 9 വർഷക്കാലമായി 9.25 വർഷക്കാലമായി പിണറായി സർക്കാർ ഭരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കേരളത്തിൽ നടപ്പിലാക്കി ഏതെങ്കിലും ഒരു വികസന പദ്ധതിയുടെ പേര് പറ. അപ്പൊ നിങ്ങൾ പറയും കൊച്ചിൻ മെട്രോ ഞങ്ങൾ പൂർത്തീകരിച്ചു, 2ാം ഘട്ടം പൂർത്തീകരിച്ചു. ശരി, സമ്മതിക്കുന്നു, നിങ്ങൾ പൂർത്തീകരിച്ചു. പക്ഷെ ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണെന്നൊന്ന് പറ. കണ്ണൂർ എയർപോർട്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു. ശരി, ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണ്, നിങ്ങളൊന്ന് പറ. വിഴിഞ്ഞം പദ്ധതി ഞങ്ങൾ പൂർത്തീകരിച്ചു. പറ, ആരാ തറക്കല്ലിട്ട്, ആരാ പണി തുടങ്ങി, ആരുടെ ഐഡിയ ആണ്, പറയൂ. പണ്ടുണ്ടായിരുന്ന സർക്കാരുകളെ ആലോചിച്ചിരുന്നു. പക്ഷെ ഇതിനെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള പദ്ധതിയായി കൊണ്ടുവന്നത് ആരുടെ കാലത്താണ്? നിങ്ങൾ പറയുന്നേ. ഇനി അവർ പറയും ഞങ്ങൾ കേരളയിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങളിവിടെ സമരം ചെയ്തില്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വികസനം ചെയ്യാൻ പറ്റാഞ്ഞത്. ശരി, അങ്ങനെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് എത്ര പദ്ധതികൾ സമരം ചെയ്ത് നിങ്ങൾ പൂട്ടിച്ചു. ഇപ്പൊ നിങ്ങൾ നാഷണൽ ഹൈവേയുടെ വലിയ പ്രൗഢി പറയുന്നുണ്ട്. എം കെ മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ എക്സ്പ്രസ് ഹൈവേ പദ്ധതിയുമായി വന്നു. ആ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കേരളത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടായിരുന്നു. നിങ്ങൾ സമരം ചെയ്തു. പണ്ട് നാഷണൽ ഹൈവേ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താ, ഗോപാലേട്ടന്റെ പശുവിനെ ഇക്കരയിൽ നിന്ന് അക്കരെ കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഈ പറയപ്പെടുന്ന ദേശീയ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മഴ പെയ്ത് ഇടിഞ്ഞ് താഴുന്നത് വരെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവകാശവാദം ഇല്ല. ഇപ്പൊ അവർക്ക് അവകാശവാദം ഉന്നയിക്കുന്നില്ല. വേറെ എന്ത് പദ്ധതി ആണ് നിങ്ങൾ കൊണ്ടുവന്നൊരു പദ്ധതി പറ. സാധാരണക്കാരന് എടുത്തു പറയാൻ പറ്റുന്നത് വാട്ടർ മെട്രോ എന്ന് പറയും. കൊച്ചി മെട്രോ വിഭാവനം ചെയ്തപ്പോൾ തന്നെ വാട്ടർ മെട്രോ വിഭാവനം ചെയ്യപ്പെട്ട പദ്ധതിയാണെന്നേ. വേറെ എന്ത് പദ്ധതിയാണ്? ആരോഗ്യ മേഖലയിൽ നിങ്ങൾ കൊണ്ടുവന്നൊരു നല്ല പദ്ധതിയുടെ പേര് പറ. ഇവരിപ്പോ കളിയാക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ ക്യാമ്പ് നടത്തുന്ന വയനാട്ടിലാണ്, വയനാട്ടിൽ ദുരന്തമുണ്ടായി. ശരി, വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. വയനാട്ടിൽ കോൺഗ്രസ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, യൂത്ത് കോൺഗ്രസ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 100 വീടിന്റെ ബാക്കി പെൻഡിങ്ങേ ഉള്ളൂ. അവർ വീട് വെച്ച് കൊടുക്കാമെന്നേ പറഞ്ഞുള്ളൂ. വസ്തു സർക്കാർ കൊടുക്കണമെന്ന് കൊടുത്തില്ല. ഇപ്പൊ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ പിഴവ് തന്നെയാണ് ഇത്രയും താമസിപ്പിച്ചത്, ഡിലേ ആക്കിയത്. പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധിയും കർണാടക സർക്കാരും കൊടുക്കാമെന്ന് പറഞ്ഞ വീടിന്റെ പൈസ ഖജനാവിലേക്ക് കൊടുത്തില്ലേ. എന്നിട്ട് നിങ്ങൾ ഈ ഇലക്ഷൻ അടുക്കുന്ന സമയം വരെ ഫെബ്രുവരിയിൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പണി നടക്കുന്നുണ്ട്. ഇത്രയും കാലം വേണോ 100 200 വീട് വെച്ച് കൊടുക്കാൻ? നിങ്ങളും ഡിലേ ആക്കിയില്ലേ? നിങ്ങളും തെറ്റുകാരല്ലേ? നമ്മൾ കൊടുത്ത പൈസയല്ലേ? ഞാനും മേഘയും അടക്കമുള്ള ആളുകൾ കൊടുത്തതാകാം, കൊടുക്കാത്തതാകാം. ഞാൻ കൊടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ, നിങ്ങൾ ഒരു കോവിഡും ഒരു പ്രളയവും ഒക്കെ വന്നതുകൊണ്ട് മാത്രം ഒരു തവണ രക്ഷപ്പെട്ടു പോയവരാണ്. നിങ്ങൾ ഇനി ആഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാകാം കേരളത്തിൽ അടുത്ത 3 മാസമുള്ള ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്ന്. സംഭവിക്കില്ലെന്നേ. ഇനി നിങ്ങൾ പറയുമല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴ സോളാർ കേസ് എന്തായി? നിങ്ങൾ 9.5 കൊല്ലം കൊണ്ട് ആഭ്യന്തരം ഭരിക്കല്ലേ. എന്തായി ബാർക്കോഴ കേസ്? ബാർക്കോഴ കേസിൽ നിങ്ങൾ പറഞ്ഞ മുഖ്യപ്രതികളുടെ പാർട്ടി എന്ന് ഏത് മുന്നണിയില്ല? നിങ്ങളുടെ കൂടെയല്ലേ ജോസ് കെ മാണി? അവരുടെ കൂടെയല്ലേ? ഇനി പിന്നെ ഉമ്മൻചാണ്ടി വിശുദ്ധനാണ് എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം നിയമം പോലും വിധി എഴുതിയില്ലേ? ആ മനുഷ്യനെ ആക്രമിച്ചില്ലേ? നിങ്ങളും കിടക്കുന്നുണ്ടല്ലോ ശബരിമല കേസ്. എന്നാണ് ഈ മന്ത്രിമാരുടെ ദേഹത്തേക്ക് കയറി പിടിക്കാൻ പോകുന്നത് എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ്. മേഘ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ എങ്ങും ഇടതുപക്ഷം ഇല്ല. കോൺഗ്രസിന്റെ വാർത്തകൾ മാത്രമാണ്. അവിടെയും ഇവിടെയും മാത്രമാണ് BJPയുടെ വാർത്തകൾ കേൾക്കുന്നത്. കാരണം എന്താ? മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞുറങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ പോലും, അതായത് അവരുടെ സ്വന്തമല്ല, വാടകയ്ക്കെടുത്തിരുന്ന സൈബർ ഇടങ്ങൾ പോലും പതുക്കെ ടോൺ മാറ്റി തുടങ്ങി. പതുക്കെ കോൺഗ്രസിന് അനുകൂലമായി. നിങ്ങളിപ്പോൾ അവസാനം ചെയ്ത നെറുകെട്ട പരിപാടി എന്താ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണത്തെ നിങ്ങൾ സജസ്റ്റ് ചെയ്യാണ്. വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുത്ത കേസിലാണ് നിങ്ങൾ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ നേഷൻ ഫസ്റ്റിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് VD സതീശൻ പറവൂരിൽ ചെയ്ത ഈ പറയപ്പെടുന്ന പുനർജനി പദ്ധതി? പറവൂർ ഇവിടെ അടുത്ത സ്ഥലമാണ്. പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. പോയി മണ്ഡലത്തിലെ ആളുകളോട് ചോദിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രയോജനം അവർക്ക് കിട്ടിയോ? ഒരു പദ്ധതി ആവിഷ്കരിച്ചു ഒരു MLA, അന്ന് പ്രതിപക്ഷ നേതാവൊന്നുമല്ല, VD സതീശൻ MLA മാത്രമാണ്. ഒരു MLA സ്വന്തം നാടിനെ ചേർത്ത് പിടിക്കാൻ രാഷ്ട്രീയമില്ലാതെ സാമുദായികമായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു പദ്ധതി രൂപീകരിക്കുക. നാട്ടിൽ നിന്ന് മാത്രം പണം കൊണ്ടുവന്ന് നടക്കില്ല. അദ്ദേഹം സംഘടനകളുടെ സപ്പോർട്ട് തേടിയിട്ടുണ്ടാകും. അതിന്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ അയാളെ അങ്ങ് അഴിമതിക്കാരനാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്വർണ്ണ കേസും നിങ്ങളുടെ മറ്റ് കേസുകളും മറയ്ക്കാമെന്ന് വിചാരിച്ചാൽ കേരള സമൂഹം ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ജയിച്ചാൽ ഞാൻ രാജാവും തോറ്റാൽ ഞാനിതിൽ പങ്കല്ല, ഞാൻ മാറിയിരിക്കും എന്ന് പറയുന്ന ഒരു നേതാവാണ് നിങ്ങളെ ഭരിക്കുന്നത് എന്നുള്ളത് KK ശൈലജ ടീച്ചർ മറന്നു പോകാതിരിക്കാം.